നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ ഇറാനെ കടന്നാക്രമിച്ച് ഇസ്രായേൽ. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലാണ് നിരവധി കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ മിസൈൽ ആക്രമണം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. 2 ഘട്ടങ്ങളിലായി മിസൈൽ ആക്രമണം ടെഹ്റാനിൽ നടന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പലയിടങ്ങളിലും സ്ഫോടനമുണ്ടായി. മിസൈൽ ആക്രമണം അല്ലെങ്കിൽ മിസൈൽ വന്ന് പതിച്ചതിന് ശേഷമുണ്ടായ സ്ഫോടനങ്ങളും പുകച്ചുരുളുകളും പൊടിപടലങ്ങളും കൊണ്ട് ടെഹ്റാൻ നഗരം ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ്. ഈ രീതിയിൽ അപ്രതീക്ഷിതമായ ആക്രമണമാണ് ഇസ്രായേൽ ഇപ്പോൾ ഇറാനുമേൽ നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ പടക്കപ്പലിൽ നിന്നാണ് ഈ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. മാത്രമല്ല, ഭീഷണികൾ ഒഴിവാക്കാനാണ് ഈ ആക്രമണം എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വിശദീകരിക്കുന്നതും. എന്തായാലും അമേരിക്ക കഴിഞ്ഞ കുറേ നാളുകളായി ഇറാനുമായി ചർച്ചയിലാണ്. അതിനു മുമ്പ് തന്നെ അമേരിക്ക വലിയ രീതിയിലുള്ള പടയൊരുക്കം നടത്തിയിരുന്നു. ഈ പടയൊരുക്കങ്ങൾ ഒരുക്കി നിർത്തിയതിന് ശേഷമാണ് ഇറാനെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഇറാന്റെ ആണവ പരിപാടിയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അമേരിക്ക ചില നിബന്ധനകൾ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ആ ചർച്ചകൾ ആശാവഹമായിട്ടല്ല പുരോഗമിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രമല്ല, അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അത് ഇറാൻ ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. അമേരിക്കയുമായിട്ടുള്ള ആണവ ചർച്ചകൾ പരാജയപ്പെട്ടാൽ കനത്ത പ്രത്യാക്രമണം നേരിടേണ്ടി വരും എന്നാണ് നേരത്തെയും അമേരിക്ക നൽകിയിരുന്ന സൂചന. എന്നാൽ ഇറാൻ ഇതുവരെ വഴങ്ങിയിട്ടില്ല. ആ ചർച്ചകൾ നേരെ പോകുന്ന ലക്ഷണമില്ല. ഈ സാഹചര്യത്തിലാണ് ആക്രമണം ഇന്ന് നടന്നിരിക്കുന്നത്. ഇസ്രായേലാണ് ആക്രമണം തുടങ്ങി വച്ചിരിക്കുന്നത് എങ്കിലും പിന്നിൽ കൃത്യമായി അമേരിക്കയുണ്ട് എന്ന് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ വലിയ സൈനിക നടപടി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അമേരിക്ക ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒരു സംയുക്ത ആക്രമണത്തിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഇറാനിൽ നടന്നിരിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ പറയാം. തിരിച്ചടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇറാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇറാന് ചുറ്റും അമേരിക്ക വലിയ പടയൊരുക്കം നടത്തുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളടക്കം ഏതാണ്ട് 1 ഡസനോളം അമേരിക്കൻ പടക്കപ്പലുകളാണ് ഇറാനെ ചുറ്റി വളഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൺ, ആ കപ്പലിൽ മാത്രം 90ഓളം യുദ്ധവിമാനങ്ങൾ അവിടെയുണ്ട്. മറ്റ് മിസൈൽ സൗകര്യങ്ങളുണ്ട്, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കിയതിന് ശേഷമാണ് അമേരിക്ക ഇറാനുമായി ചർച്ച തുടങ്ങിയത്. ആ ചർച്ചകൾ പരാജയപ്പെടുന്നതോടുകൂടി ആക്രമണത്തിനുള്ള തുടക്കം അത് ഇസ്രായേൽ ഇട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ആ രീതിയിൽ ഇറാന് തിരിച്ചടിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിൽ പോലും ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിൽ കനത്ത സുരക്ഷാ സാഹചര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ തവണ അമേരിക്ക ആക്രമിച്ചപ്പോൾ അതിന് തിരിച്ചടിയായി ഇറാൻ നടത്തിയ ആക്രമണം ഖത്തറിലേക്കായിരുന്നു. ഇങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഗൾഫ് രാജ്യങ്ങളിലടക്കം വലിയ രീതിയിൽ ഇസ്രായേലും എല്ലാം വലിയ ജാഗ്രത പുലർത്തുകയാണ്. ഇറാനിലെ യുദ്ധവിമാനങ്ങൾ പ്രത്യാക്രമണത്തിനായി തയ്യാറെടുക്കുന്നു എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലും അല്ലെങ്കിൽ ഉടൻ തന്നെ സൈനിക നടപടി അമേരിക്കയോ ഇസ്രായേലോ ആരംഭിക്കും എന്ന് നേരത്തെ തന്നെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. കാരണം ഇറാനിലും അതുപോലെ തന്നെ ഇസ്രായേലിലുമുള്ള അമേരിക്കൻ പൗരന്മാരോട് ഉടൻ തന്നെ ഒഴിഞ്ഞു പോകാൻ അമേരിക്ക കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രമല്ല, ചൈനയടക്കമുള്ള രാജ്യങ്ങൾ ഇറാനിലെ എംബസി അവസാനിപ്പിച്ച് ഓൺലൈൻ പ്രവർത്തനത്തിലേക്ക് മാറിയിരുന്നു. ഇതെല്ലാം ഉടൻ തന്നെ ഒരു സൈനിക നടപടി ഇറാനിൽ ഉണ്ടാകും എന്നതിൻ്റെ സൂചന തന്നെയാണ്. ഇന്നത്തെ ആക്രമണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്രമണമാണ് നടത്തിയത്. കാരണം ഇറാനിൽ കഴിഞ്ഞ ജൂണിൽ നടത്തിയതുപോലെ വ്യാപകമായ ഒരു ആക്രമണം നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം അവിടെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അത് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ആ പ്രക്ഷോഭകാരികൾക്ക് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പിന്തുണയുണ്ട്. അവിടെ ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തവണ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വ്യാപകമായി വ്യോമാക്രമണവും ബോംബിങ്ങും നടത്താനുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുക എന്ന രീതിയാണ്. ഇന്നത്തെ ആക്രമണത്തിൻ്റെ 2 ഘട്ടങ്ങൾ അവസാനിച്ചപ്പോൾ അവിടുത്തെ ആത്മീയ നേതാവ്, ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് അയത്തുള്ള ഖൊമേനിയുടെ ഓഫീസിന് ചുറ്റുമാണ് ഈ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ അയത്തുള്ള ഖൊമേനിക്ക് വേണ്ടി ഇറാൻ ഒരുക്കിയിരിക്കുന്ന സംരക്ഷണ കവചം, ഒരു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളടക്കമുള്ള സംരക്ഷണ കവചമുണ്ടാകും. വ്യോമാക്രമണങ്ങളെയും മിസൈൽ ആക്രമണങ്ങളെയും ഒക്കെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഒരുപക്ഷെ ഇറാൻ ഒരുക്കിയിട്ടുണ്ടാകും.
റഡാർ സംവിധാനങ്ങൾ ഉണ്ടാകും. ഇതിലൊക്കെയാണ് ഇന്ന് ആക്രമണം നടന്നിരിക്കുന്നത്, ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. മാത്രമല്ല, ആയത്തുള്ള ഖമീനിക്ക് ഇപ്പോൾ ഇറാൻ ഒരുക്കിയിട്ടുള്ള എല്ലാ സംരക്ഷണ കവചങ്ങളും ഇപ്പോൾ ഇസ്രായേൽ തകർത്തിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. മാത്രമല്ല, ഈ ഇറാൻ്റെ ഇൻ്റലിജൻസ് കേന്ദ്രങ്ങൾ, ഒരു യുദ്ധമുണ്ടായാൽ നിർണായകമായ വിവരങ്ങൾ കൈമാറുന്ന ഇൻ്റലിജൻസ് കേന്ദ്രങ്ങൾ, സൈനിക ഉദ്യോഗസ്ഥരുടെ വാസസ്ഥലങ്ങൾ, ഇവിടെയൊക്കെയാണ് ഇപ്പോൾ ഈ ആക്രമണം നടന്നത്. ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തിൽ ഇറാൻ ആർമിയുടെ അല്ലെങ്കിൽ ഇറാന്റെ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ മാധ്യമങ്ങളാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വിടുന്നത്. അതായത് ഇറാന്റെ സൈനിക തലവനായിട്ടുള്ള ഇറാന്റെ കമാൻഡർ ഇൻ ചീഫ്, ഇറാൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ് അമീർ ഖത്താമി കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇസ്രായേലിലെ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്ത. ആ രീതിയിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഖമേനിക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഖമൈനി ജീവനോടെയുണ്ടോ അതോ ഏതെങ്കിലും സുരക്ഷിതമായ ബങ്കറിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന 2 ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടത്. ഈ രീതിയിൽ അവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഭരണമാറ്റം സൃഷ്ടിക്കുക എന്നതായിരിക്കും ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം എന്ന് ഈ ഘട്ടത്തിൽ നിന്ന് വ്യക്തമാക്കാം. അതുകൊണ്ട് തന്നെ ഭീഷണികൾ ഒഴിവാക്കാൻ എന്ന പേരിൽ നടത്തിയ ഈ ആക്രമണം തീർച്ചയായും ഭാവിയിലേക്കുള്ള ആക്രമണം സുഗമമാക്കുന്നതിനും അതോടൊപ്പം തന്നെ ഖമേനിയുടെ സംരക്ഷണ കവചങ്ങൾ തകർക്കുന്നതിനും ഏറ്റവും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരെ ഇല്ലായ്മ ചെയ്യുന്നതിനുമാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മടക്കയാത്രയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഈ സൈനിക നടപടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, പശ്ചിമേഷ്യയിലുടനീളം മറ്റു രാജ്യങ്ങളിലടക്കം വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാവുന്ന ഒരു യുദ്ധമായിരിക്കും ഇനി യുദ്ധമുണ്ടായാൽ ഉണ്ടാവുക. പക്ഷേ എന്തായാലും അത്തരം വലിയ നടപടികളിലേക്ക് കടക്കാതെ ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം. അത് എത്രമാത്രം ആ രീതിയിൽ നടക്കുമെന്നത് ഇറാന്റെ പ്രത്യാക്രമണത്തെ ആശ്രയിച്ചിരിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.